ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ ഒരു കിടിലൻ PPT അഥവാ പവർ പോയിന്റ് പ്രസന്റേഷൻ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പവർ പോയിന്റ് പ്രസന്റേഷന്റെ സ്ലൈഡ് ഷോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ എൻ്റർ അടിക്കുമ്പോൾ ഫസ്റ്റ് 1 എന്ന് വരും. നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റ്, നമ്മൾ ആ സബ്ജക്റ്റിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഏതാണെന്നുള്ളത് അവിടെ വരും. ദെൻ സെക്കൻഡ് പോയിന്റ്, ആ പോയിന്റ് അവിടെ എഴുതി വയ്ക്കുക. ദെൻ തേർഡ് പോയിന്റ് അതിൻ്റെ നേരെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. ഫോർത്ത് പോയിന്റ്, നമ്മുടെ സബ്ജക്റ്റിൽ നാലാമതായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഏതാണോ അതവിടെ ടൈപ്പ് ചെയ്യും. ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് സ്ലൈഡ് കാണുക. ഇതിൽ 1 എന്നുള്ള നമ്പർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുന്ന സ്ലൈഡ് ഏതാണോ ആ സ്ലൈഡ് ഓപ്പൺ ആവും. സ്ലൈഡ് എന്ന് വെച്ചാൽ പവർ പോയിന്റ് പ്രസന്റേഷനിലെ ഒരു പേജ്. ഇതിൽ ഫസ്റ്റ് പോയിന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് പോകാനായിട്ട് നെക്സ്റ്റ് എന്ന് അടിക്കുമ്പോൾ ആ ഫസ്റ്റ് പോയിന്റിന് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുന്ന സെക്കൻഡ് പേജ് ഓപ്പൺ ആവും. ഇത്രയാണ് ഫസ്റ്റ് പോയിന്റിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്ന 2 സ്ലൈഡിൽ. അത് കഴിഞ്ഞ് ബാക്ക് അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പേജിലേക്ക് വീണ്ടും വരും. ഇതിൽ 2 ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് പോയിന്റിനെ കുറിച്ച് ഏത് സ്ലൈഡിലാണോ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചേക്കണേ ആ പേജ് ഓപ്പൺ ആവും. ഇതിൽ ഒറ്റ സ്ലൈഡ് മാത്രമേ ആ പോയിന്റിന് ഇട്ടിട്ടുള്ളൂ. ഫസ്റ്റ് പോയിന്റ് മാത്രമാണ് 2 സ്ലൈഡ് കൊടുത്തേക്കുന്നത്. സെക്കൻഡ് പോയിന്റിൽ ഒരു സ്ലൈഡിൽ മാത്രമേ എക്സ്പ്ലനേഷൻ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ ബാക്ക് ആരോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഫസ്റ്റ് പേജിലെത്തുന്നു. അത് കഴിഞ്ഞ് തേർഡ് പോയിന്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ 3 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തേർഡ് പോയിന്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ഏതിലാണോ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുന്നത് ആ പേജ് ഓപ്പൺ ആവും. ഇവിടെയുള്ള ബാക്ക് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഹോം പേജിലെത്തും. ഫോർത്ത് പോയിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർത്ത് പോയിന്റിൻ്റെ ഡീറ്റെയിൽസ് ഏത് പേജിലാണോ എക്സ്പ്ലെയിൻ ചെയ്തത് ആ പേജ് ഓപ്പൺ ആവും. ഇവിടെ വീണ്ടും ബാക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട് പേജ്. ഇവിടെ ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് എല്ലാ പോയിന്റ്സും 1 by 1 ആയിട്ട് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് നമുക്ക് ആ നമ്പറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജ് ഓപ്പൺ ആക്കാനും പറ്റും. ഇങ്ങനെ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ നോക്കാം. സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പവർ പോയിന്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ ബ്ലാങ്ക് പ്രസൻറ്റേഷനാണ് എടുക്കുന്നത്. ക്ലിക്ക് ടു ആഡ് ടൈറ്റിൽ എന്നുള്ള അത് രണ്ടും സെലക്ട് ചെയ്ത് ഞാനിവിടെ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് എന്ന് അടിച്ച് കളയാം. ഇതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ട്. അതിലൊരെണ്ണം സെലക്ട് ചെയ്തിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഇത് 2019 വേർഷനാണ്. ഓൾഡ് വേർഷൻ പവർ പോയിന്റ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് എന്നുള്ള ടാബിൽ പിക്ചർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും പിക്ചർ ഇൻസേർട്ട് ചെയ്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് റെക്റ്റാങ്കിൾസ് വരയ്ക്കാനായിട്ട് ഇവിടെ ഹോം ടാബിൽ വന്നിട്ട് അതിൽ ഷേപ്സ് എന്നുള്ള ടൂൾസ് എടുക്കുക. അതിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി, റെക്റ്റാങ്കിൾ ഷേപ്പ് വരും. അപ്പോൾ തന്നെ നമുക്കിവിടെ ഫോർമാറ്റ് എന്നുള്ളൊരു പുതിയൊരു ടാബ് വന്നതായിട്ട് കാണാൻ പറ്റും. ഈ സ്ക്വയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് ഷേപ്പ് ചേഞ്ച് ചെയ്യാനോ കളർ മാറ്റാനോ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇതുപോലെ 4 പോയിന്റ്സ് എഴുതാനായിട്ട്, നമ്പേഴ്സ് ഇടാനായിട്ട് 4 റെക്റ്റാങ്കിൾ നമ്മൾ വരയ്ക്കാം. ഇനി നമുക്ക് ഓരോ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലും നമ്പേഴ്സ് എഴുതണം. ഈ നമ്പേഴ്സ് എഴുതാനായിട്ട് ഇൻസേർട്ട് ടാബിൽ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് കണ്ടോ, ഈ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ആവും. ഈ ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് ഇതിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഫസ്റ്റ് റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. അതിനുള്ളിലാണ് നമുക്ക് നമ്പർ വരേണ്ടത്. അതിൽ 1 എന്ന് ടൈപ്പ് ചെയ്യാം. അതിനെ സെലക്ട് ചെയ്യാം. 1 എന്ന് എഴുതിയതിനെ നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് സൈസ് സെലക്ട് ചെയ്യുക. ഫോണ്ടിൻ്റെ ടൈപ്പും ചേഞ്ച് ചെയ്യാം.
കുറച്ച് ബിഗ് സൈസായിപ്പോയി, നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതിനൊരു കളറും കൊടുക്കാം. ഇതുപോലെ അടുത്തതും ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ബോക്സ് എടുക്കുക, അല്ലെങ്കിൽ ഹോം ടാബിൽ നിന്ന് തന്നെ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ഇത് ടെക്സ്റ്റ് ടൂളാണ് ഹോം ടാബിൽ. ഇതുപോലെ നമ്പേഴ്സ് 1 2 3 4 ടൈപ്പ് ചെയ്യാം. എല്ലാത്തിനും ഒരേ കളറും ഒരേ സൈസ് ഒരേ ഫോണ്ട് ടൈപ്പ് ആവാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്നാണ് ടൈപ്പ് ചെയ്തേക്കുന്നത്. അതിന് പകരം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സബ്ജക്റ്റിലെ ഫസ്റ്റ് പോയിന്റ്, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഏതാണോ അത് അവിടെ ടൈപ്പ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ടൈപ്പ് ചെയ്തത് സെലക്ട് ചെയ്തിട്ട് ഫോണ്ട് സൈസ് 50 60 ആ റേഞ്ചിലൊക്കെ കൊടുക്കുക. ഫോണ്ട് ടൈപ്പ് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഹോം ടാബിൽ പാരഗ്രാഫ് എന്നുള്ള ഗ്രൂപ്പിൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പം ഡിഫറെൻറ്റ് ടൈപ്സ് കാണാം നിങ്ങൾക്ക്. ഇതിന് ബുള്ളറ്റ്സ് എന്നാണ് പറയണേ. ആരോ മാർക്ക്, സ്ക്വയർ, ഇങ്ങനെ ഡോട്ട്സ്. ഇതിൽ ഞാനിവിടെ ടിക്കാണ് സെലക്ട് ചെയ്യണത്. അപ്പോൾ ഓരോ പോയിന്റ്സിൻ്റെ ഫ്രണ്ടിലും ആ ടിക്ക് മാർക്ക് വരും. ഇനി നമുക്ക് ഇതേപോലെ സെക്കൻഡ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഫോർത്ത് പോയിന്റ് ഉണ്ടാക്കാം. കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഫോണ്ട് ടൈപ്പും ഫോണ്ട് സൈസും കൊടുത്ത് ഈ ബുള്ളറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. സെലക്ട് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ പേസ്റ്റായി. അത് നമ്മൾ ഡ്രാഗ് ചെയ്ത് 2 എന്നുള്ള നമ്പറിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. ഇനി അതിന് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റ് അവിടെ ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ തേർഡും ഫോർത്തും പോയിന്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആനിമേഷൻ കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് റെക്റ്റാങ്കിളും ഫസ്റ്റ് നമ്പർ 1 എന്ന് എഴുതിയ ആ ബോക്സും രണ്ടും സെലക്ട് ചെയ്യാം. രണ്ടും ഒന്നിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് റെക്റ്റാങ്കിളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് 1 എന്നുള്ള നമ്പറും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ രണ്ടും ഒന്നിച്ച് സെലക്ട് ആവും. എന്നിട്ട് അനിമേഷൻ എന്നുള്ള ടാബിൽ നിന്ന് വൈപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് എഫക്റ്റ് ഓപ്ഷൻ, അതിലാണ് നമ്മൾ ഡയറക്ഷൻ കൊടുക്കുന്നത്. ഈ വൈപ്പ് എഫക്റ്റ് എവിടെ നിന്നാണ് വരേണ്ടത് എന്നുള്ളത്. ഫ്രം ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് എന്നുള്ള വൈപ്പ് എഫക്റ്റ് നമുക്ക് കിട്ടും. അതേപോലെ നെക്സ്റ്റ് ഫസ്റ്റ് പോയിന്റിനും അതേ എഫക്റ്റ് തന്നെ കൊടുക്കാം. വൈപ്പ് എന്നുള്ള അനിമേഷൻ സെലക്ട് ചെയ്യുക, എഫക്റ്റ് ഫ്രം ലെഫ്റ്റ് എന്നുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ആയി. ഫസ്റ്റ് പോയിന്റിൽ നിന്ന് റൈറ്റ് ചെയ്തതും വന്നു. ഇനി നമുക്ക് വരേണ്ടത് സെക്കൻഡ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആനിമേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലൈഡിൽ അത് വരേണ്ടത് അതേ ഓർഡറിൽ വേണം നമ്മളിത് അനിമേഷൻ കൊടുക്കാനായിട്ട്. ഇപ്പോൾ 1 കഴിഞ്ഞു, ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. ഇനി 2 എന്നുള്ളതിന് നമ്മൾ കൊടുക്കണം. 2 എന്നുള്ള നമ്പർ സെലക്ട് ചെയ്യുക, കൺട്രോൾ കീ പ്രസ് ചെയ്യുക. എന്നിട്ട് റെക്റ്റാങ്കിളും സെലക്ട് ചെയ്തതിന് ശേഷം വൈപ്പ് കൊടുത്ത് അനിമേഷൻ ഡയറക്ഷൻ കൊടുക്കുക. സെക്കൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക, വൈപ്പ് കൊടുക്കുക, അനിമേഷൻ എഫക്റ്റ് പോയിട്ട് ഫ്രം ലെഫ്റ്റ് കൊടുക്കുക. തേർഡ് ഇതേപോലെ കൺട്രോൾ കീ പ്രസ് ചെയ്ത് 3 എന്നുള്ളതും റെക്റ്റാങ്കിളും സെലക്ട് ചെയ്യുക, വൈപ്പ് ഫ്രം ലെഫ്റ്റ് കൊടുക്കുക. തേർഡും ഇതേപോലെ, തേർഡ് പോയിന്റ് എന്നുള്ളതും അതേപോലെ എഫക്റ്റ് കൊടുക്കുക. ഇതേപോലെ എല്ലാത്തിനും ഓർഡറിൽ ആനിമേഷൻ കൊടുക്കുക. ഇനി നമുക്ക് സ്ലൈഡ് ഷോ കാണാം. നമുക്ക് ഇപ്പോൾ ചെയ്ത പ്രസൻറ്റേഷൻ്റെ സ്ലൈഡ് ഷോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതിനായിട്ട് മുകളിൽ സ്ലൈഡ് ഷോ എന്നുള്ള ടാബ് സെലക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഫ്രം ദ ബിഗിനിങ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മൾ പ്രസൻറ്റേഷൻ്റെ ഫസ്റ്റ് സ്ക്രീൻ ഇങ്ങനെയായിരിക്കും കാണിക്കുക. നെക്സ്റ്റ് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് പോയിന്റ് അവിടെ ഡിസ്പ്ലേ ആവുന്നത്. അതിനുവേണ്ടി നമുക്ക് എൻ്റർ കീ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൗസ് ക്ലിക്ക്, അല്ലെങ്കിൽ സ്പേസ് ബാർ, അല്ലെങ്കിൽ ഏരോ കീ, റൈറ്റ് ഏരോ കീ
ഇതിലേതെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാണാൻ പറ്റും. പിന്നെ അവിടെ എൻ്റർ കീ പ്രസ് ചെയ്യുവാണ്. 1 വന്നു, നെക്സ്റ്റ് എൻ്റർ കീ, അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് വന്നു, ദെൻ നെക്സ്റ്റ് എൻ്റർ കീ 2. ഇങ്ങനെയാണ് നമ്മുടെ പവർ പോയിൻ്റ് ഡിസ്പ്ലേ ആവുന്നത്. ഫോർത്ത് പോയിൻ്റ്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഈ ഫസ്റ്റ് പേജിൽ നിന്ന് 1 എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് പോയിന്റിന്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്ത സ്ലൈഡ് എങ്ങനെ ഡിസ്പ്ലേ ആവും, അതിനുവേണ്ടി ലിങ്ക് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.